ഹായ്, കാണുന്നുണ്ടോ ലൈവ്? ഓണായോ? ഹായ്, എല്ലാവർക്കും ഡാഷ് ലൈവിലേക്ക് സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരാണ് ഒരു ഹായ് വെച്ചിരിക്കുന്നത്? ആരുടെ പേരെന്ത്? സുഗുണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഡാഷ് എന്നിട്ടേക്കുന്നത്? ഡാഷ് എന്നാണ് പേര്. അയ്യോ സുഗുണ ചേട്ടാ, ശരിക്കും എന്റെ പേര് ഡാഷ് എന്നല്ല, എന്റെ പേര് ദാക്ഷായിനി എന്നാണ്. അപ്പൊ ദാക്ഷായിനി എന്ന് പറഞ്ഞാല് ഒരു ഹുങ്കില്ല, അപ്പൊ അതിനാണ് ഞാൻ ഡാഷ് വെച്ചിരിക്കുന്നത്. സുഗുണ ചേട്ടൻ ഒത്തിരി ആളായല്ലോ ലൈവിൽ വന്നിട്ട്, ഒന്നും മിണ്ടുന്നൊന്നും ഇല്ലല്ലോ. എന്റെ സബ്സ്ക്രൈബ് ഒന്നും എടുക്കുന്നില്ല ഇപ്പം. ഞാന് സബ്സ്ക്രൈബ് ഒത്തിരി മെമ്പർഷിപ്പ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം സുഗുണൻ ചേട്ടൻ അതുകൂടെ ഒന്ന് എടുക്കണം. അപ്പം ഇത് ഞാൻ സാധാരണ നോർമൽ ലൈവാണ് സുഗുണൻ ചേട്ടൻ എടുക്കുന്നത്. ഞാൻ ഇത്രയും വരെ ഞാൻ നോർമൽ ലൈവ് ചെയ്യാറുള്ളൂ. എനിക്ക് പേര് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട്. അത് ഇച്ചിരൂടെ ഇച്ചിരൂടെ അറിയാമല്ലോ, എക്സ്പോസിങ് എനിക്കറിയാമല്ലോ. അപ്പം സുഗുണൻ ചേട്ടൻ ആ ലൈവ് എടുക്കണം. പിന്നെ വേറെ എന്താണ്, രാജേഷന് ചോദിച്ചിരിക്കുന്നു, ചേച്ചി കഴിച്ചോ? ഹസ്ബൻഡ് പോലും ശരിക്കും എന്നോട് ഇങ്ങനെ കഴിച്ചു എന്ന് പോലും ചോദിക്കാറില്ല. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ, നിങ്ങളുടെയൊക്കെ എന്നോടുള്ള ഒരു ആത്മാർത്ഥത കാണുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഞാൻ എന്നത്തിനെ മറന്നു പോവുകയാണ്. അപ്പോ ഞാൻ ശരിക്കും രാവിലെ രാജേഷേട്ടാ ഒരു ചപ്പാത്തി കഴിച്ചു. പിന്നെ എങ്ങനെ കഴിക്കും? നിങ്ങൾ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണ്ട, എന്നാലേ എനിക്ക് കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള സാധനം മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. അപ്പം രാജേഷേട്ട ചോദിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ചപ്പാത്തി കടലക്കറിയും കഴിച്ചു. പിന്നെ പുട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിക്കണം. പിന്നെ വേറെ എന്തുണ്ട്? അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ല. ഞാൻ പിന്നെ ഞാൻ അതാണ് ഇങ്ങനെ ഇരുന്ന് ഓർപ്പിക്കുന്നത്. അപ്പം വേറെ ഏതാ ചോദിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ വീട് എവിടെ? എന്തിനാണ് നീ വീടൊക്കെ ചോദിക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മെമ്പർഷിപ്പ് എടുക്കാനോ അവർ വീടും കൂടും ചോദിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടാ, അങ്ങനൊന്നും വേണ്ട. ശശി, ഹസ്ബൻഡ് ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങുന്നു ശശി. ഞാൻ ലൈവ് ഇടുമ്പോ ചേട്ടൻ എന്നെ ശല്യപ്പെടുത്താറൊന്നുമില്ല. കാരണം ചേട്ടന്റെ വഴി ഞാൻ എന്റെ അറിയാറില്ല. അപ്പൊ ഞാൻ എന്റെ വഴി. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ഞാൻ പുതിയൊരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്, 5999 രൂപയ്ക്ക്. അത് ശരിക്കും പറഞ്ഞ് ഞാൻ നേരത്തെ ഉള്ള 3000-ന്റെ ഷോട്ട് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ ഉള്ളായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ 5000-ന്റെ മൊത്തത്തിലുള്ള ഷോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബും മെമ്പർഷിപ്പും കൊണ്ടാണല്ലോ ഞാൻ അറിയാമല്ലോ, പറയണ്ടല്ലോ അല്ലെ. അപ്പൊ അല്ലെ പിന്നെ ഇത്രയും രാത്രി ഉറക്കളച്ചിരുന്ന് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെയാണെങ്കിൽ ഇറങ്ങി പോകും. ഇതൊരു മെമ്പർഷിപ്പിനകത്തുള്ള ഇത് നോർമൽ ലൈവ് ആണല്ലോ. അപ്പം മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. അടുത്ത മെമ്പർഷിപ്പ് ലൈവ് ആണ്. കാരണം ഞാനിപ്പോ 3-4 മൊബൈലും കൊണ്ടാണ്. കാരണം ഈ മൊബൈലിൽ തന്നെ ഇപ്പം ചൂടായി പൊട്ടിത്തെറിക്കാറായിരിക്കുകയാണ്. അപ്പം എപ്പോഴും ഒരു മൊബൈൽ കൊണ്ട് തന്നെ ഇടാൻ പറ്റും. അതുകൊണ്ട് ഈ മൊബൈൽ ഹാങ് ആവുന്നത് എന്റെ ഒരു മൊബൈലിനും താങ്ങാൻ പറ്റുന്നില്ല. അപ്പം വേറെ എന്തോ ചോദിച്ചിരിക്കുന്നത്, ദാസപ്പൻ, ചേച്ചിയാണ് എന്റെ കിനാവ്, ചേച്ചിയാണ് എന്റെ മഴ, ചേച്ചിയാണ് എന്റെ വെയില്. താങ്ക് യു ദാസപ്പേട്ട, താങ്ക് യു. ദാസപ്പേട്ട അങ്ങനെ പറയുമ്പോ എനിക്കൊക്കെ രോമൊക്കെ എണ്ണിച്ചിരിക്കുന്നു. ദാസപ്പേട്ട, പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ കുഞ്ഞുണ വർത്താനം മാത്രം പോലെ ലൈക്കും സബ്സ്ക്രൈബും മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ചിരിക്കും കളിക്കുകയും ചെയ്യും, പക്ഷെ എനിക്ക് മെമ്പർഷിപ്പ് എടുക്കണം ദാസപ്പേട്ട കേട്ടോ. ദാസപ്പേട്ട ഇന്നാളിലും പറഞ്ഞു, ഇന്നാള് ലൈവ് വന്നപ്പോ മെമ്പർഷിപ്പ് എടുക്കണം പറഞ്ഞു. അപ്പൊ ദാസപ്പേട്ട മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ചോദിക്കുമ്പോ ഇത് ബാക്കിയൊക്കെ മെമ്പർഷിപ്പ് പറയാമെന്നേ. ഇതിപ്പോ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇത് നോർമൽ ലൈവാന്ന് പറഞ്ഞില്ലേ. ചോദിക്കരുത്, കുരുവോ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. പിന്നെ ബാക്കിയെല്ലാം മറ്റൊരു ലൈവിനകത്തുണ്ട്. പിന്നെ വേറെ ആരൊക്കെ പെട്ടെന്ന് പറയണം കേട്ടോ, ചേച്ചി വിളിച്ചില്ല. പിന്നെ വേറെ എന്തുണ്ട്, വേറെ ആരൊക്കെയുണ്ട്? ഒത്തിരി പേര് ആരണ്ടൊക്കെ ലൈവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല, ഞാൻ സ്കിപ്പ് ചെയ്ത്. ഹായ് നായിക്ക് അത് കുറച്ച് ലോങ് ആയിട്ട് അയക്കണം കേട്ടോ. ഹായ് നായിക്കുമ്പോ അമ്മയ്ക്ക് അറിയത്തില്ല എന്തോ അയച്ചേക്കുന്നത്, ശരിക്കും കണ്ണും മനസ്സിലായോ. അപ്പം പിന്നെ അപ്പം നമ്മുടെ
ഇതുവരെ എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു കേട്ടോ. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളില്ല കേട്ടോ. അപ്പം ദൈവ സർവശക്തനെ എനിക്ക് ഇനിയും വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാഹചര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ആരും എനിക്കൊരു പ്രാർത്ഥിക്കാനില്ല, ഞാൻ തന്നെ പ്രാർത്ഥിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ വേറെ എന്തുണ്ട്, നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇപ്പൊ 10-70 പേരോളം മണ്ടക്കിരിക്കുന്നു. ഇത് താഴോട്ട് നിറഞ്ഞു വന്നൊന്ന് ലൈക്ക് ചെയ്തേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇവിടെ കണ്ടോ ലൈക്ക് ബട്ടൺ കണ്ടോ? ഇല്ല ഉണ്ടാവും ഇവിടെ ഇല്ല, ഇങ്ങനെ സംസത്തിന്റെ ചിഹ്നം പോലെ അവിടെ ആ ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യും. അല്ല പിന്നെ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ചെയ്തില്ലേ? അത് സൂപ്പർ ചാറ്റ് ചെയ്ത് എന്താ, നിങ്ങൾക്ക് പൈസ ഉള്ള ആൾക്കാരില്ലേ? പിന്നെ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്ത് എന്താ കുഴപ്പം? എന്താ, ഞാൻ ഡെയിലി ചോദിക്കാറില്ല സൂപ്പർ ചാറ്റ് ചെയ്യുന്നത്, പിന്നെന്താ സൂപ്പർ ചാറ്റ് ചെയ്യാത്ത? അപ്പം പിന്നെ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോ മനസ്സിലൊരു കുളിർമയുണ്ട്, ആശ്വാസമുണ്ട്. പിന്നെ വേറെ ഏതാണ്, ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, മൊത്തം വായിക്കാൻ പറ്റുന്നില്ല. ആരും പിണങ്ങല്ലേ. പിന്നെ ഞാൻ വായിച്ചില്ലെന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്ന് പോകല്ലേ കേട്ടോ. പിന്നെ ലൈവ് ഇടുമ്പോ ഇത് വായിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നോ? പിന്നെ വെള്ളപ്പൊക്കം അല്ലായിരുന്നു, 2-3 ഡ്രസ്സ് ഒഴുകിപ്പോയി കേട്ടോ. നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കേൾക്കാൻ നമ്മളെ പുതിയ ഡ്രസ്സും മേടിക്കണം ഇനി. അപ്പം എല്ലാരും ഇതുവരെയുള്ള എല്ലാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഞാൻ ശരിക്കും രാത്രി 1 മണിയായി. അപ്പൊ ചേച്ചിന്ന് കിടന്നുകൊണ്ട് ലൈവ് വായിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാരും ലൈവൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒത്തിരിയൊക്കെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോ എന്തുവാ, സുഗതൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് വീട്ടിലോട്ട് വരട്ടുന്നത്. എന്താണ് ആരും ചോദിക്കുന്നത്? വീട്ടിലോട്ട് വരട്ടുന്നത്, വീട്ടിൽ ആരും കാണാതിരിക്കുന്നു. ഞാൻ ലൈവിൽ പറഞ്ഞു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബും ലൈക്കും മെമ്പർഷിപ്പും. വീട്ടിലോട്ട് കൂട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇത് പിന്നെ പഴയ നല്ല വർത്തമാനം ഞാൻ പറയാം കേട്ടാ. എന്നോട് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു തരില്ലേ? പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്യാൻ പോകും. ബ്ലോക്ക് ചെയ്തിട്ടെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ നേടി മനുഷ്യ 10 ദിവസം ഇതിനകത്ത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വീട്ടിലോട്ട് ഇറക്കുന്നു. വീട്ടിൽ ആരത്തേക്കുന്നു? നിന്റെ അപ്പൂപ്പൻ ഇരിക്കുന്നു വീട്ടിൽ, വീട്ടിലോട്ട് ഇറക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ കേട്ടോ, ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരും കേട്ടാ. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ പിന്നെ ഭയങ്കര തീയായിരിക്കും, തീ ഇതിനെ പിടിച്ചൊക്കെ തരില്ല. അപ്പം ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുവാണ്. അപ്പം മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം മെമ്പർഷിപ്പിൽ തുടങ്ങണം. അപ്പം വീണ്ടും നാളെ നോർമൽ ലൈവ് വരുന്നതായിരിക്കും. ഇതുവരെയും എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഉള്ള ഡാഷിന്റെ അറിയോ, ഡാഷ് ഞാൻ വിളിക്കുന്നെങ്കിലും എന്റെ ശരിക്കുള്ള ഡാഷാനി എന്നാണ്. ഡാഷാനി എന്ന് പറഞ്ഞാൽ അതിനൊരു ഹുങ്കില്ല, അതുകൊണ്ടാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. എന്തായാലും ചേട്ടൻ വിളിക്കുന്നത് ഡാഷ് മോളു എന്നാണ്. അപ്പം അപ്പൊ ചേട്ടന്റെ എന്തർത്ഥത്തിലാണ് ഡാഷ് മോളും വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുടെ മെമ്പർഷിപ്പ് തുടങ്ങട്ടെ. സമയമില്ല, എല്ലാം ഇങ്ങനെ ഞാൻ ഒരാൾ വേണ്ട, എല്ലാം ഇങ്ങനെ ഓടി 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 മുക്കിയാണ്. അപ്പൊ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പം താങ്ക് യു.